നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ കേന്ദ്ര ബജറ്റിന്റെ ദിവസമാണ്. ഇത്തവണ കേന്ദ്ര ബജറ്റിന് ഒരു ചരിത്രം കൂടി കുറിക്കപ്പെടുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ 6ാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് 6ാമത്തെ ബജറ്റാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തീർത്തും ഒരു ചരിത്രപരമായ നിമിഷത്തിലേക്കാണ് കടക്കുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടക്കാല ബജറ്റിൽ വലിയ നയപരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. പുതിയ സർക്കാർ, അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ ജൂണിൽ രൂപീകരിക്കും എന്നാണ് നിഗമനം. 2024-25 വർഷത്തേക്കുള്ള അന്തിമ ബജറ്റ് ജൂലൈയിലായിരിക്കും അവതരിപ്പിക്കുക. തുടർച്ചയായി 6 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന 2ാമത്തെ ധനമന്ത്രി എന്ന നേട്ടവും നിർമ്മല സീതാരാമൻ സ്വന്തമാക്കും. നിർമ്മല സീതാരാമന്റെ നേട്ടം മഹനീയ നേട്ടമാണ്. 5 വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റുമാണ് ഇവർ അവതരിപ്പിച്ചത്. മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആരുടെയൊക്കെ നേട്ടങ്ങളാണ് മറികടക്കാനിരിക്കുന്നതെന്ന് നോക്കാം. മൻമോഹൻ സിംഗ്, അരുൺ ജെയ്റ്റ്ലി, പി ചിദംബരം തുടർച്ചയായി 5 ബജറ്റുകൾ അവതരിപ്പിച്ച യശ്വന്ത് സിൻഹ എന്നിവരുടെ റെക്കോർഡുകളാണ് നിർമ്മല സീതാരാമൻ മറികടക്കാനിരിക്കുന്നത്. ധനമന്ത്രി എന്ന നിലയിൽ ദേശായി 1959-1964 കാലയളവിൽ 5 വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചിരുന്നു. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. 2014-15 മുതൽ 2018-19 വരെ തുടർച്ചയായി 5 ബജറ്റുകൾ അവതരിപ്പിച്ചു. ജെയ്റ്റ്ലിയാണ് ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസം ബജറ്റ് അവതരിപ്പിക്കുന്ന കൊളോണിയൽ പാരമ്പര്യത്തെ മാറ്റിയത്. 2017 മുതൽ ഫെബ്രുവരി ആദ്യം ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ജെയ്റ്റ്ലിയുടെ അനാരോഗ്യത്തെ തുടർന്ന് മന്ത്രാലയത്തിന്റെ അധിക ചുമതല വഹിച്ചിരുന്ന പീയൂഷ് ഗോയൽ 2019-2020 ഇടക്കാല ബജറ്റ് 2019 ഫെബ്രുവരി 1 അവതരിപ്പിച്ചു. 2019 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായി. 1970-1971 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ച ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന 2ാമത്തെ വനിതയായി അവർ മാറി. പരമ്പരാഗത ബജറ്റ് ബ്രീഫ് കേസ് ഒഴിവാക്കി ബജറ്റ് രേഖകൾ വഹിക്കാൻ ദേശീയ ചിഹ്നത്തോടു കൂടിയ ചുവന്ന തുണി നിർമ്മല സീതാരാമൻ ഉപയോഗിച്ചു തുടങ്ങി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആദ്യത്തെ ധനമന്ത്രി R.K. ഷൺമുഖം ചെട്ടിയാണ്. എന്തായാലും മറ്റൊരു ചരിത്രം കൂടി കുറിക്കപ്പെടാൻ പോകാൻ ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കേന്ദ്ര ബജറ്റിലേക്ക് ഉറ്റുനോക്കുകയാണ് എല്ലാ മേഖലയിലുമുള്ളവർ. എങ്ങനെയായിരിക്കും ഇനി ഈ പ്രാവശ്യത്തെ ബജറ്റ് എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത്. പിന്നെ ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ്, അതോ കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ബജറ്റാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ബജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് എല്ലാ മേഖലകളിലുള്ളവരും ഉറ്റുനോക്കുന്നുണ്ട്. എങ്കിൽ പോലും സ്റ്റാർട്ടപ്പ് മേഖലയുടെ പ്രതീക്ഷകൾ വളരെ വലുതാണ് ഇനി വരാൻ പോകുന്ന ബജറ്റുമായി ബന്ധപ്പെട്ട്. 2024 കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ഈ സാഹചര്യത്തിൽ സ്റ്റാർട്ടപ്പ് മേഖലയും ആകെ പ്രതീക്ഷയിലാണ്. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന നയങ്ങളാണ് മേഖല കൂടുതലായും പ്രതീക്ഷിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. സ്റ്റാർട്ടപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട നികുതി നയം, അതിൽ ഇളവുണ്ടാകും എന്നാണ് നിഗമനം. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യക്ക് കീഴിൽ ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്സ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് സ്കീം, സ്റ്റാർട്ടപ്പുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്നിവ നടപ്പാക്കിയിരുന്നു. ഇവ തുടർന്നും നടപ്പാക്കാനും കൂടുതൽ വകയിരുത്താനും ശ്രമമുണ്ടാവുമെന്നാണ് ഈ മേഖലയുടെ പ്രതീക്ഷ.